നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ഈസി മെത്തേഡിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സിറപ്പിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ഡെസേർട്ട്, ചോക്ലേറ്റ്സ്, പുഡിങ്സ് ഒക്കെ തയ്യാറാക്കാനായിട്ടും ഈവൻ ഗ്ലാസസ് ഒക്കെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട്, ജ്യൂസസ് ഒക്കെ തയ്യാറാക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയിലെ നമ്മുടെ കൊക്കോ പൗഡറും കൂടെ 1/2 കപ്പ് ആഡ് ചെയ്യാം. ഇനി ഈ വകയെല്ലാം നന്നായിട്ട് കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ആവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൈ തോരാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. കൈ തോരാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സിൽക്കി കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഏകദേശം സിൽക്കി കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ടെക്സ്ചർ മാറി വരുന്നത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നന്നായിട്ടൊരു ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ തന്നെ കൈ തോരാണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇനി ഇതുപോലെ നല്ലൊരു ബോയിൽ വരുന്ന സമയം കൊണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ഇതിലോട്ട് നമ്മൾ ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കാം. ഇനി നമുക്ക് കട്ട ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിശ്രിതം നമ്മുടെ ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ മിശ്രിതത്തിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു ബോയിൽ വരുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി വരും. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ്ലി ഇതാ നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് പെർഫെക്റ്റ് ടെക്സ്ചർ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ എടുക്കാം. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ചൂട് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ഇതുപോലെ കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിക്കോളൂ, നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു വര അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സൈഡ്സ് എല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊരു സ്റ്റീൽ കണ്ടെയ്നറോ ഗ്ലാസ് കണ്ടെയ്നറിലോ ഏതിൽ വേണം നമുക്ക് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം, ബ്രെഡിൻ്റെ ഒപ്പം, ബിസ്ക്കറ്റ്സ് ഒക്കെ തയ്യാറാക്കാനും കേക്കൊക്കെ തയ്യാറാക്കാനും പുഡിങ്ങിന് യൂസ് ചെയ്യാം. ഗ്ലാസസ് ഒക്കെ ഡെക്കറേഷൻ, ജ്യൂസ് ഒഴിക്കുമ്പോൾ ഗ്ലാസസ് ഒക്കെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡിൽ തയ്യാറാക്കിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.